blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ അതിൻ്റെ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച വ്യക്തികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഝാർഖണ്ഡിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്ന തൻ്റെ മൂത്ത മകന് നല്ലൊരു കോളേജിൽ MBAക്ക് അഡ്മിഷൻ ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ. ബാംഗ്ലൂരിൽ നിന്നുള്ള മറിയാമ്മ വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ 2 മക്കൾക്കും കൊച്ചുമക്കൾക്കും സകല അനുഗ്രഹങ്ങളും അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുല്ലാട് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്ന ഈ സഹോദരിയുടെ മകന് വൃക്കസംബന്ധമായ തകരാറുകളിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂമാലയിൽ നിന്നുള്ള അനിത കുമാരിക്കായി പ്രാർത്ഥിക്കുന്നു. നല്ല ശമ്പളത്തോടെ ഒരു ഗവൺമെൻറ് ജോലി അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെല്ലാവരും ചേർന്ന്, ലോകം എമ്പാടുമുള്ള സകലരും ചേർന്ന് ഈ 4 വ്യക്തികളെയും അവരുടെ ആവശ്യങ്ങളെയും കുടുംബങ്ങളെയും കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ ഫെബ്രുവരി 18 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര 400089. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. ആൻറ്റിക്ക് 1 വർഷമായി തൻ്റെ ഉപ്പുറ്റിയുടെ ഭാഗത്ത് വല്ലാതെ വേദനയായിരുന്നു. ഉപ്പുറ്റിയുടെ ഭാഗത്ത് ആൻറ്റി പറയുന്നത് നടക്കാനോ ജോലിയെടുക്കാനോ മറ്റൊന്നിനും കഴിയാതെ വളരെയേറെ ആൻറ്റി ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു. താൻ ഹോസ്പിറ്റലിൽ പോയി അതിനുവേണ്ടി പ്രത്യേകിച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തനിക്ക് വേദന കൂടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാമെന്ന് വച്ചപ്പോഴാണ് സംഭവം മനസ്സിലാകുന്നത്. ഉപ്പുറ്റിയുടെ ഭാഗത്ത് ഒരു എല്ല് വളരുകയാണ്, അതുമൂലമാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു കാലിലാണോ 2 കാലിലാണോ? ഒരു കാൽ. ഏത് കാലം? ഇടത്തെ കാലിലാണ് സംഭവിച്ചത്. ആ സമയത്ത് നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം ഈ ആൻറ്റി കാണുന്ന ഒരു ആൻറ്റി. എല്ലാ ദിവസവും നമ്മൾ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണും. ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തനിക്ക് അകത്ത് വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അത് സൗഖ്യമാകും എന്നുള്ളൊരു വിശ്വാസം തൻ്റെ അകത്ത് കർത്താവ് കൊടുത്തിരുന്നു. ഒരു ദിവസം 27/10/2015 രാവിലെ താൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഷമാ സിസ്റ്ററാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഷമാ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പേര് വിളിച്ചു പറഞ്ഞു എന്നാണ് ഈ ആൻറ്റി പറയുന്നത്. ലീല. ഈ ആൻറ്റിയുടെ പേര് സരോജം എന്നാണെങ്കിലും തൻ്റെ വീട്ടിലും നാട്ടിലേക്ക് വിളിക്കുന്നത് ലീല എന്നാണ്. 2 പേരുണ്ട്. ആ സമയത്ത് ലീല എന്നൊരു സഹോദരി എന്നെ കാണിക്കുന്നു. തൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്തുള്ള വേദന അതേ പ്രശ്നം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചു. കാലിൽ ഇങ്ങനെ വേദന അനുഭവിക്കുന്ന ചില വ്യക്തികളുണ്ട്. അതിലൊരു പേര് കർത്താവിനെ കാണിക്കുന്ന ലീല എന്ന് പറയുന്ന ഒരു പേരാണ്. ഇപ്പോൾ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയാണ്. നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഞൊണ്ടിയാണ് നിങ്ങൾ നടക്കുന്നത്. പക്ഷെ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാവുകയാണ്. ആ സമയത്ത് ഉപ്പൂറ്റിയുടെ ഭാഗത്തുള്ള വേദനയും അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അത് യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഈ ആൻറ്റി അത് കേട്ട് തന്നെയാണെന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചു. താൻ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആൻറ്റിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വേദന മാറാൻ തുടങ്ങി. വേദന പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ ഏകദേശം 1.5 മാസമായി ആൻറ്റിക്ക് അവിടെ ഒരു വേദന പോലും ഇല്ലെന്നാണ് ആൻറ്റി പറയുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആൻറ്റി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി, ജോലിയെടുക്കാൻ തുടങ്ങി. ആൻറ്റിയുടെ വേദന മുഴുവൻ മാറി, മരുന്ന് നിർത്തി. ഉപ്പൂറ്റിയിലുള്ള എല്ലിൻ്റെ വളർച്ചയാണ് ഇത്. സാധാരണ പ്രശ്നമല്ല. ആ എല്ല് ഗ്രൈൻഡ് ചെയ്ത് കളയുകയോ കട്ട് ചെയ്ത് കളയുകയോ വേണം. പക്ഷെ ഇതൊന്നുമില്ലാതെ യേശു കർത്താവ് പേര് വിളിച്ച് ഈ സഹോദരിയെ സൗഖ്യമാക്കി. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം.
disappointment is a fire extinguisher. ഓർക്കുക, നിരാശ എന്നുള്ളത് അഗ്നിശമനിയാണ്. But hope is the fuel for our life. എന്നാൽ പ്രത്യാശ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഇന്ധനമാണ്. Somebody say hallelujah. ഹല്ലേലൂയ. Number 2 is criticism. രണ്ടാമത് നമ്മുടെ തീയെ കെടുത്തി കളയുന്ന രണ്ടാമത്തെ കാര്യം വിമർശനം. എഴുതുക. If not handled rightly, criticism can quench the fire in us. വിമർശനത്തെ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മുടെ അകത്തുള്ള തീയെ കെടുത്തി കളയും. The whole world is a critic world. ഈ ലോകം മുഴുവൻ വിമർശിക്കുന്ന ലോകമാണ്. If you do something, they will ask you, why are you doing that? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഉടനെ ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? If you are not doing anything, why are you sitting idle? They will ask ഇനിയിപ്പോ you. ഒന്നും ചെയ്യാതിരുന്നാ ചോദിക്കും, നിങ്ങൾ എന്താ ഒരു പണിയും ചെയ്യാതെ കുത്തിയിരിക്കുന്നത്? There are so many cynic people, critic people in this world. ഈ ലോകത്തിൽ ഇങ്ങനെ ഒത്തിരി വിമർശിക്കുന്ന മറ്റുള്ളവരുടെ കാര്യം നോക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. Until and unless you overcome criticism, you can never move forward. ഓർക്കുക, നിങ്ങൾ ഇത്തരം വരുന്ന വിമർശനങ്ങളെ അതിജീവിക്കാത്തിടത്തോളം സമയം നിങ്ങൾക്ക് ഇതിനെ മറികടക്കാൻ സാധ്യമല്ല. There is a great man of God and his name is Ralph Mahoney. റാൽഫ് മഹോണി എന്ന പേരുള്ള ശക്തനായ ഒരു ദൈവപുരുഷൻ He is ഉണ്ടായിരുന്നു. known as pastor of pastors. അദ്ദേഹം അറിയപ്പെടുന്ന പാസ്റ്റർമാരുടെ പാസ്റ്റർ എന്ന He is a പേരിലാണ്. leader of leaders. അദ്ദേഹം നേതാക്കന്മാരുടെ നേതാവാണ്. He compiled a great book called Shepherd's Staff. അദ്ദേഹം ഇത് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഷെപ്പേർഡ് സ്റ്റാഫ് എന്നാണ് അതിന്റെ പേര്. And he says, if a pastor has never faced criticism, he is not a pastor at all. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, ഒരു പാസ്റ്റർ ഒരിക്കലും വിമർശനത്തെ നേരിടുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു പാസ്റ്റർ അല്ല. ഹലോ. That means all of us in ministry, all of us who are the children of God, we will have to face some kind of criticism in this world. അതുകൊണ്ട് ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ ദൈവ പൈതലും ഓർത്തുകൊള്ളുക, നമുക്കൊക്കെ ജീവിതത്തിൽ ചില വിമർശനങ്ങളെ നേരിടേണ്ടതായിട്ടുണ്ട്. Jesus was anointed by the Holy Spirit. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാൽ അഭിഷേക്തനായി. He is the Son of the living God. അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. And he was moving under the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ കീഴിൽ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. When Jesus was coming from that distance, demon spirits started to scream out, why have we come torment us? They used to scream out. യേശു കർത്താവ് ആ ഒരു ദൂരത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ ആ കാലഘട്ടങ്ങളിൽ പൈശാചിക ആത്മാക്കൾ ഉള്ള വ്യക്തികൾ ഇവിടുന്ന് അലറി വിളിച്ച് ഞങ്ങളെ ഉപദ്രവിക്കാൻ എന്തിനിവിടെ വന്നു എന്ന് ദൂരെ നിന്ന് വരെ ചോദിക്കുന്ന അത്ഭുതങ്ങൾ. The religious leaders, the religious folks said, he is casting out demons with the help of Beelzebub. എന്നാൽ അവിടെ മതാനുസാരികൾ അല്ലെങ്കിൽ ആ യഹൂദ മതത്തിന്റെ ആളുകൾ പറഞ്ഞു, അവൻ ഇതിനെ പുറത്താക്കുന്നത് ബെൽസബൂലിനെ കൊണ്ടാണ്. When we started the Blessing Center here, ബ്ലെസ്സിംഗ് സെന്റർ ഇവിടെ തുടങ്ങിയ സമയത്ത്, from 2002, 2003, that period, Jesus started moving with a lot of healings and miracles. 2002-3 കാലഘട്ടങ്ങൾ തുടങ്ങി യേശു കർത്താവ് അത്ഭുതങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യാൻ തുടങ്ങി. So many were healed. ഒത്തിരി പേർ രോഗസൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി. So many came out of alcoholism. ഒത്തിരി ആളുകൾ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വന്നു. And family relationships were restored. ആ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായത് സ്ഥാപിതമായി. Then the critics started talking. ആ സമയത്ത് വിമർശകർ സംസാരിക്കാൻ തുടങ്ങി. This guy is serving some false gods. That's why miracles are happening there. ആ ആളുകൾ ഇങ്ങനെ സംസാരിച്ചു, ഈ വ്യക്തി മറ്റേതോ അന്യ ദൈവത്തെ ആരാധിച്ച് അതിന്റെ സേവ കൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. And they started to spread a lot of stories we cannot even imagine. നമുക്ക് ഭാവന കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഥകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. Then I read the Bible. പിന്നീട് ഞാൻ ബൈബിൾ വായിച്ചു. When Jesus ministered, the same thing happened. യേശു കർത്താവ് ശുശ്രൂഷിച്ചപ്പോൾ പോലും ഇതേ സംഭവം നടന്നിട്ടുണ്ട്. I knew one thing, I am in the right track. ഞാൻ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ശരിയായ ദിശയിലാണ്. Hallelujah. Hallelujah. When we are in the right track, Satan, the enemies, will attack, spreading a lot of false stories. നാം ശരിയായ ദിശയിൽ ട്രാക്കിലാകുമ്പോൾ സാത്താൻ തെറ്റായ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. If you are not ready to face criticisms in your life,
never set out for ministry. നിങ്ങൾ വിമർശനത്തെ അതിജീവിക്കുവാൻ തയ്യാറല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാലെടുത്ത് വെക്കരുത്. Hello. ഹലോ, You will have to face criticism, നിങ്ങൾ വിമർശനത്തെ but നേരിടണം. see to it that it will never quench you the fire in you. എന്നാൽ നേരിടുമ്പോൾ ഓർക്കുക, അതൊരിക്കലും നിങ്ങളുടെ തീയെ കെടുത്തിക്കളയുന്നതായി തീരരുത്. Somebody shout hallelujah. എത്ര പേർ ചേർന്ന് ഒരു ഹാലലുയ പറയും? So disappointments can come to put out the fire in us. അതുകൊണ്ട് നിരാശകൾക്ക് നമ്മുടെ അകത്തുള്ള തീയെ കെടുത്തിക്കളയാൻ സാധ്യതയുണ്ട്. Criticisms also can do the same thing. അതുപോലെ തന്നെ വിമർശനത്തിനും നമ്മുടെ തീയെ കെടുത്തിക്കളയാൻ Number 3 is സാധിക്കും. threats and persecution. മൂന്നാമത്തെ കാര്യം എഴുതി വെക്കുക, ഭീഷണിയും പീഡനവും. When you move ahead for the Lord, കർത്താവിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് കുതിക്കുമ്പോൾ the Bible says everyone who wants to lead a godly life in this world will have to face persecution. ബൈബിൾ പറയുന്നു, ഈ ലോകത്ത് ഒരു നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പീഡനമുണ്ട്. Persecutions and threats can come in different ways. ഓർക്കുക, ഭീഷണിയും അതുപോലെ പീഡനങ്ങളും പല ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരാം. Sometimes persecution may not be coming from the anti-Christian elements. ചില സമയങ്ങളിൽ ഇത്തരം പീഡനങ്ങൾ കടന്നു വരുന്നത് ക്രൈസ്തവ വിരോധികളിൽ നിന്ന് ആകണമെന്നില്ല. It can come from close circles. ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളിൽ നിന്നാകാം. It can come from family circles. ചിലപ്പോൾ കുടുംബാംഗങ്ങളിൽ നിന്ന് ഇടയിൽ നിന്നാകാം. Sometimes from relatives, ചിലപ്പോൾ ബന്ധുക്കളുടെ ഇടയിൽ നിന്നാകാം. neighbors, ചിലപ്പോൾ അയൽവക്കക്കാരൻ, close friends. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന്. But remember, എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, when you face persecution or criticism, നിങ്ങൾ ഇത്തരം പീഡനങ്ങളെയും അതുപോലെ ഭീഷണികളെയും അഭിമുഖീകരിക്കുമ്പോൾ see to it that they will not quench the fire for the Lord in you. നിങ്ങളുടെ അകത്തുള്ള തീയെ അവർക്ക് കെടുത്തിക്കളയാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയണം. You know the story of John the Baptist. യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള കഥ നിങ്ങൾക്കറിയാം. Jesus himself said, there is no greater man who has come out of a woman who is greater than John the Baptist. യേശു തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനെ പോലെ വലിയവനായിട്ട് ആരും ഇതുവരെ ജനിച്ചിട്ടില്ല. Because he was moving under the same anointing that Elijah had. ആ കാരണം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഏലിയ പ്രവാചകന്റെ മേലുണ്ടായിരുന്ന അതേ അഭിഷേകത്തിന്റെ നിറമോടെയായിരുന്നു. He had only one point sermon. അദ്ദേഹത്തിന് ഒരൊറ്റ പ്രസംഗ പോയിന്റേ ഉണ്ടായിരുന്നുള്ളൂ. And what was the point? എന്തായിരുന്നു ആ പ്രസംഗത്തിന്റെ പോയിന്റ്? Repent, the kingdom of God is near. അദ്ദേഹത്തിന്റെ പോയിന്റ് ഇത് മാത്രമേ ഉള്ളൂ, മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. And he started preaching everywhere, repent, 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 for the kingdom of God is near. അദ്ദേഹം എല്ലായിടത്തും കടന്നുപോയി ഒരൊറ്റ കാര്യമേ പ്രസംഗിച്ചുള്ളൂ, മാനസാന്തരപ്പെടൂ, 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 ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. And when the people heard his preaching, all of them repented. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട ആളുകൾ എല്ലാവരും തന്നെ മാനസാന്തരപ്പെട്ടു. Priests repented, soldiers repented, common folks repented. അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ, അതുപോലെ പടയാളികൾ, സാധാരണ മനുഷ്യർ മാനസാന്തരപ്പെട്ടു. And all of them came to the river banks to get baptized by him. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപിൽ ഇപ്പോൾ യോർദാൻ നദിക്കരയിൽ സ്നാനമേൽക്കുവാൻ വേണ്ടി ആളുകൾ വന്നു നിൽക്കുകയാണ്. Such a powerful man of God. എത്ര ശക്തനായ ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. And you know the story, the king and the queen and some people were against him. നിങ്ങൾക്ക് കഥ അറിയാമല്ലോ, അവിടെ ഉണ്ടായിരുന്ന രാജാവും രാജ്ഞിയും അദ്ദേഹത്തിന് എതിരായി തീർന്നു. The queen made her daughter dance before the king and pleased his heart. അവിടെ സംഭവിച്ച രാജ്ഞി തന്റെ മകളെ രാജാവിന്റെ മുൻപാകെ നൃത്തം ചെയ്യിപ്പിച്ച് ഒരു കാര്യം പ്രസാദിപ്പിക്കുകയാണ്. And the gift the girl demanded was the head of John the Baptist. ഇപ്പോൾ പെൺകുട്ടി ആവശ്യപ്പെട്ട സമ്മാനം എന്നുള്ളത് യോഹന്നാന്റെ തലയായിരുന്നു. He was already in the jail. അങ്ങനെ ഇപ്പോൾ അദ്ദേഹം ജയിലിൽ ആയിരിക്കുകയാണ്. In jail, what happened was, because of the threat and because of the persecution and the attacks, his heart sunk. ഇപ്പോൾ ജയിലിൽ ഭീഷണിയും ഇത്തരം പീഡനങ്ങളുടെയും ഇടയിൽ വെച്ച് യോഹന്നാന്റെ ഹൃദയം പരിഭ്രമിച്ചു. And he doubted the Messiah. ഇപ്പോൾ മശിഹായുടെ കാര്യത്തിൽ താൻ സംശയിക്കുകയാണ്. He sent his disciples to Jesus. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ അദ്ദേഹം യേശുവിന്റെ അടുക്കിലേക്ക് അയച്ചു.
And they asked, "Are you the real Messiah, or should we wait for someone else?" ഇപ്പോൾ ശിഷ്യന്മാർ യോഹന്നാന് വേണ്ടി യേശുവിനോട് ചോദിക്കുകയാണ്, യേശുവേ, നിങ്ങൾ യഥാർത്ഥ മശിഹയാണോ അതോ വരുവാനുള്ള മറ്റൊരു മശിഹയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണമോ? Remember, he was anointed the same anointing that Elijah had. ഓർക്കുക, ഏലിയാവിന്റെ മേലുണ്ടായിരുന്ന അതേ അഭിഷേകത്താൽ നിറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു ആര്? യോഹന്നാൻ സ്നാപകൻ. And he came to prepare the way for the Lord. എന്ന് മാത്രമല്ല, കർത്താവിന് വേണ്ടി വഴി ഒരുക്കി കൊണ്ടുവരുന്ന വ്യക്തിയായിരുന്നു അവൻ. And he had the hardest ground to break, because 400 years there were no word, no revelation, no prophetic utterance. യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ചിടത്തോളം 400 വർഷങ്ങൾ നിശബ്ദതയുടെ വർഷങ്ങൾ, പ്രവാചകന്മാരുടെ ശബ്ദമില്ല, അഭിഷക്തന്മാരുടെ ശബ്ദമില്ലാതെ തഴമ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവ സന്ദേശവുമായി പെരുമ്പറ മുഴുക്കി ഇറക്കി വന്ന വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. And he made the way a national highway through the hearts of the people, so that the Lord Jesus could come that way. ഓർക്കുക, ഈ യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വേണ്ടി ഒരു വലിയ നാഷണൽ ഹൈവേ ജനങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് യേശു കർത്താവിന്റെ വരവിന് വേണ്ടി അവൻ ഒരുക്കുകയായിരുന്നു. Such a great man of God. അത്രയും ശക്തനായ ഒരു പ്രവാചകനായ വ്യക്തി. But when threats and persecution came, the fire in him went off. എന്നാൽ ഭീഷണിയുടെയും പീഡനത്തിന്റെ മുൻപിൽ വന്നപ്പോൾ യോഹന്നാന്റെ ഹൃദയത്തിനകത്തുള്ള തീ തണുക്കുവാനായി തുടങ്ങി. But I have a good news for you. എന്നാൽ എനിക്കൊരു സദ്വർത്തമാനം In the New പറയാനുണ്ട്. Testament, we have the Holy Spirit inside of us to help us in such situations. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം പ്രശ്നങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ്, നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയാണ്. We are not serving an external God, we are serving an internal God. ഓർക്കുക, നാം പുറമേയുള്ള ഒരുവനെയല്ല, അകമേ നമ്മുടെ അകത്ത് സിംഹാസനമരുണ്ട് വാഴുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. Somebody shout hallelujah to this helper. ഈ സഹായിക്ക് പരിശുദ്ധാത്മാവിനെ എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയേ? So when threats and persecutions come, അതുകൊണ്ട് ഭീഷണിയും പീഡനങ്ങളും കടന്നു വരുമ്പോൾ we should be very careful that we will not allow them to quench the fire in us. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ തീയെ കെടുത്തിക്കളയുവാൻ വേണ്ടി നാം അനുവദിച്ചു കൊടുക്കരുത്. Somebody say hallelujah. കൈകൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ. Nothing in this world will be allowed to quench the fire in us. നമ്മുടെ അകത്തുള്ള തീയെ കെടുത്തിക്കളയാൻ ഈ ലോകത്തിലെ ഒരു കാര്യങ്ങൾക്കും അനുവാദമില്ല. Number 4, നാലാമത്തെ കാര്യം, increasing sins, നാലാമത്തെ കാര്യം എഴുതി വെക്കുക, പാപത്തിന്റെ പെരുക്കം, or simply sins. അല്ലെങ്കിൽ പാപങ്ങൾ എന്ന് എഴുതി വെക്കുക. Ephesians chapter 4, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം verse number 30. അതിന്റെ 30-ാമത്തെ വചനത്തിലേക്ക് വന്നാലും, And do not grieve the Holy Spirit of God, with whom you were sealed for the day of redemption. Verse number 30. 30-ാമത്തെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലാണല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രവയ്ക്കപ്പെട്ടിരിക്കുന്നത്. I told you the Holy Spirit is inside of us. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. But we have to be careful that we should never grieve the Holy Spirit. എന്നാൽ നാം വളരെ ശ്രദ്ധാലുക്കളാകേണ്ട ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിനെ നാം ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. How can we grieve the Holy Spirit? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനിടയാകുന്നത്? Verse number 29, do not let any unwholesome talk come out of your mouths, but only what is helpful for building others up according to their needs, that it may benefit those who listen. 29-ാമത്തെ വചനത്തിൽ വായിക്കൂ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്കവണ്ണം ആത്മീക അഭിവൃദ്ധിക്ക് ഉതകുന്ന നല്ല വാക്കല്ലാതെ യാതൊരു ദുഷിച്ച വാക്കും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. Words from our mouth can grieve the Holy Spirit. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ദുഷിച്ച വാക്കുകൾക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാനിടയായി തീരും. Controlling tongue is a great challenge. നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്.
we need deliberate efforts to use good words come out of our mouth. നമ്മുടെ വായിൽ നിന്ന് നല്ല വാക്കുകൾ പുറത്തു വരുവാൻ വേണ്ടി മനഃപൂർവ്വമായി നാം കഠിന ശ്രമം ചെയ്യേണ്ടി വരും. So Paul is saying, do not let any unwholesome talk come out of your mouths, but only what is helpful for building others up. പൗലോസ് പറയുന്നു, നോക്കൂ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്കവണ്ണം ആത്മീക അഭിവൃദ്ധിക്കുതകുന്ന നല്ല വാക്കല്ലാതെ യാതൊരു ദുഷിച്ച വാക്കും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. Especially he is saying, use only words that can help building others. That means use only encouraging words. അവിടെ പ്രത്യേകമായി പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് ആത്മീക അഭിവൃദ്ധി നൽകുന്ന നല്ല വാക്ക് മാത്രം ഉപയോഗിക്കുക. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ ഫെബ്രുവരി 18 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര 400089. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. നമുക്ക് ഈ പ്രാർത്ഥനാ സമയത്ത് ഒരുമിച്ച് വിശ്വസിക്കാം. ഓരോ ദിവസവും ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ നിരവധി പേരുടെ കോരിത്തെരിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കർത്താവ് അടുത്ത ഒരു സാക്ഷ്യം നിങ്ങളുടേതായിരിക്കട്ടെ എന്നാണ് ഞാൻ അകത്ത് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. തീർച്ചയായിട്ടും ദൈവം അതിന് വഴിയൊരുക്കും. ഇന്നത്തെ പ്രാർത്ഥനാ വിഷയങ്ങൾ നാളത്തെ പ്രൈസ് റിപ്പോർട്ടുകളായി സാക്ഷ്യങ്ങളാക്കി കർത്താവ് മാറ്റും. വിശ്വസിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇപ്പോൾ തന്നെ വിടുതലുകൾ അയക്കുന്നതിനാൽ നന്ദി. ക്യാൻസർ ബാധിതമായ ശരീരങ്ങളിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങട്ടെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലരുടെ ശരീരങ്ങളിൽ ചുട്ടുപൊള്ളുന്നത് പോലെ ഒരു വലിയ ഹീറ്റ് ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നത് പോലെ ചിലർക്ക് തോന്നുന്നുണ്ട്. വലിയൊരു സൗഖ്യം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നട്ടെല്ലിന് തകരാറുകൾ, പല നിലയിലുള്ള തകരാറാകാം. ഡിസ്കിൻ്റെ പ്രോബ്ലംസ് ആകാം, നട്ടെല്ലിൽ ക്യാൻസർ ആകാം. കർത്താവ് യേശുവിൻ്റെ ശക്തിയാൽ ഒരു വലിയ വിടുതൽ നിങ്ങൾക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ കുടലിൻ്റെ അകത്ത് തകരാറുള്ള, പ്രത്യേകിച്ച് ഇൻറ്റേർണലായിട്ട് ബ്ലീഡിംഗ് ഉള്ള ചില വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ഇടുപ്പല്ലിന് തകരാറുള്ള വ്യക്തികൾ പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. കാൽമുട്ടുകൾ കർത്താവ് ചിലരുടേത് സൗഖ്യമാക്കുന്നു. അതുപോലെ ഷുഗർ ഭയങ്കരമായി ഷൂട്ടപ്പ് ചെയ്യുകയും കൺട്രോള് കിട്ടാതിരിക്കുന്ന ചില വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കറിയാം ചിലതൊക്കെ ഞാൻ പറയുന്നുള്ളൂ സമയ പരിമിതി കൊണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നത് സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. God can heal any disease, all diseases. അപ്പോൾ അതിലെല്ലാം പെട്ടു. കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതും മരുന്നുള്ളതും മരുന്നില്ലാത്തതും ഏത് വേണമെങ്കിലും യേശുവിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഏത് രോഗത്തിനാലും വിടുതലുണ്ടാകട്ടെ. രോഗങ്ങൾ മാത്രമല്ല, ഏത് പ്രശ്നമായാൽ, ഉറങ്ങാൻ കഴിയാത്ത വ്യക്തികൾ, ഉറങ്ങാൻ കഴിയാതെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. മസിലുകളിൽ ഭയങ്കരമായ പെയിനും തളർച്ചയുമുള്ള ചില വ്യക്തികൾ പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ. കുട്ടികളില്ലാത്ത ദമ്പതികൾക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവികമായ വിടുതൽ അവർക്ക് ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവേ, നീ അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. വർഷിപ്പ് യു ഫാദർ, വർഷിപ്പ് യു. താങ്ക് യു ലോർഡ്. പുകവലി ശീലങ്ങൾ മാറുന്നു, മദ്യപാനം മാറുന്നു. വലിയ വിടുതൽ കർത്താവേ. കൊളസ്ട്രോൾ ലെവൽ നോർമലാകുന്നു. ഈ വിടുതലുകളെല്ലാം സ്വീകരിക്കുക.
കടബാധ്യതയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും യേശുവിന് സാധിക്കും. ദാമ്പത്യ പ്രശ്നമാണെങ്കിൽ അതിൽ നിന്ന് വിടുവിക്കാൻ കഴിയും. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ വിടുതൽ കർത്താവെ നീ കൊടുത്തതിനായി നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന സമയത്തും ബ്ലെസ്സിങ് ടുഡേ കാണുമ്പോഴും എനിക്കറിയാം ഒത്തിരി പേരെ കർത്താവായ യേശു സ്പർശിക്കുന്നുണ്ട്. ഞാനല്ല, ദ ഇൻവിസിബിൾ പ്രസൻസ് ഓഫ് ദ ലോർഡ് ഈസ് ടച്ചിങ് സോ മെനി പീപ്പിൾ. തീർച്ചയായും ഞങ്ങൾക്ക് ഇമെയിൽ അയയ്ക്കുക, കത്തെഴുതുക, അതിലുപരിയായി ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് നിങ്ങൾക്കുണ്ടായ അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കണം. അതൊത്തിരി പേർക്ക് വിശ്വാസത്തിൽ വളരാനും ഉറയ്ക്കാനും ഒക്കെ കാരണമായി മാറും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് മഹാരാഷ്ട്രയിൽ ചെമ്പൂർ, പൻവേൽ, കല്യാൺ, ഈ 3 സ്ഥലങ്ങളിലാണ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ. ഫുൾ ടീം വന്നെത്തുമ്പോൾ നിങ്ങളും വരണം, മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് വരണം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.